ഇതിനകത്ത് പ്രധാനമായിട്ടും പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഈ ഒരു മാനോമീറ്ററിൽ വർക്ക് ചെയ്യുന്നതെന്നുള്ള കാര്യത്തെക്കുറിച്ചിട്ടാണ്. അപ്പോൾ നിലവിൽ നമ്മളിതിനകത്ത് ഓയിൽ ഫില്ല് ചെയ്തിട്ടില്ല. അപ്പോൾ എങ്ങനെയാണ് ഓയിൽ ഫില്ല് ചെയ്ത് അതുപോലെ തന്നെ മാനോമീറ്റർ എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്, അതിൻ്റെ യൂസ് എന്തൊക്കെയാണെന്നുള്ള കാര്യമൊക്കെ അടുത്തതായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ക്രൂ ഡ്രൈവർ കൊണ്ട് ഇതിൻ്റെ ടോപ്പ് ഓപ്പൺ ആക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു ഫ്ലാറ്റ് സ്ക്രൂ ഡ്രൈവർ തന്നെ നമുക്ക് വേണം. അതിനുശേഷം ഈ മുകളിലുള്ള ഈ ഒരു ചെറിയൊരു സ്ക്രൂ ഉണ്ട്, ആ സ്ക്രൂ നമ്മൾ ഓപ്പൺ ആക്കുക. അതിനുശേഷം നമ്മൾ ഓയിൽ ഫില്ല് ചെയ്യുക എന്നുള്ളതാണ്. ഓയിലും അതുപോലെ തന്നെ ഫില്ലറും നമ്മുടെ കൂടെ പ്രൊവൈഡ് ചെയ്യാറുണ്ട് മെഷീൻ്റെ ഒപ്പം. അപ്പോൾ ആദ്യം കുറച്ച് ഓയിലെടുക്കുക. അതിനുശേഷം ഈ ഒരു ഹോളിൽ കൂടെ, മുകളിലുള്ള ഹോളിൽ കൂടെ നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. ഫില്ല് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ കൂടി വരുന്നത് കാണാം. അപ്പോൾ നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത് 1 വരെ ഫില്ല് ചെയ്യാനുള്ള കാര്യമാണ്. നമ്മൾ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓൾമോസ്റ്റ് നമ്മൾ 1ൻ്റെ അടുത്ത് വരെ ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഫ്രണ്ടിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. ഫില്ല് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഈ സ്ക്രൂ വെച്ച് ഇത് ക്ലോസ് ചെയ്യുക എന്നുള്ളതാണ്. വീണ്ടും അത് നമ്മൾ സ്ക്രൂ വെച്ച് ക്ലോസ് ചെയ്യുന്നു. അപ്പോൾ അത് ക്ലോസ് ആയിരിക്കുകയാണ്. ഓയിൽ ഫില്ല് ചെയ്തതിന് ശേഷം നമ്മൾ മെഷീൻ ഒന്നുകൂടി ഒന്ന് ഓപ്പറേറ്റ് ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ തുറന്ന് വെച്ചതിന് ശേഷം നമ്മൾ എയർ ഫ്ലോ ഒന്ന് ഓണാക്കുകയാണ്. എയർ ഫ്ലോ ഓണാക്കി കഴിയുമ്പോൾ നമുക്ക് ഈ മാനോമീറ്ററിലേക്ക് നോക്കി കഴിയുമ്പോൾ നമുക്ക് കാണാം ഇതൊരു 3യുടെ അടുത്തേക്ക് വരെയൊക്കെ ഇതിങ്ങനെ നീങ്ങുന്നുണ്ട്. ഈ മാനോമീറ്ററിലുള്ള റീഡിങ് നീങ്ങുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ ആക്ച്വലി 1ൽ വെച്ചാണ് ഫില്ല് ചെയ്യുന്നതെങ്കിൽ നമ്മളെപ്പോഴും കിട്ടേണ്ട വാല്യൂ എന്ന് പറയുന്നത് 3 ആണ്. അതാണ് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള വാല്യൂ. ഇനിയിപ്പോൾ ഈ വാല്യൂസ് മാറാം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ ഫിൽറ്റർ ചോക്ക് ആവുകയാണ്, അതല്ലെങ്കിൽ ഫിൽറ്ററിൽ എന്തെങ്കിലും ഡസ്റ്റോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പൊടിപടലും കാര്യങ്ങളൊക്കെ വന്ന് അത് ഫില്ലായി പറയുന്ന ഫിൽറ്റർ കംപ്ലയിൻ്റ് ആവുകയാണെങ്കിൽ, നമ്മുടെ മെയിൻ HEPA ഫിൽറ്റർ കംപ്ലയിൻ്റ് ആവുകയാണെങ്കിൽ ഈ പറയുന്ന ഈ ഒരു വാല്യൂ 3 എന്നുള്ള വാല്യൂവിനേക്കാൾ താഴേക്ക് പോകും. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരികയാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം നമ്മൾ കാണുകയാണെങ്കിൽ അതിനർത്ഥം HEPA ഫിൽറ്റർ കംപ്ലയിൻ്റ് ആയി എന്നുള്ളതാണ്. ഇനി അതുപോലെ തന്നെ നമ്മൾ ഓണാക്കുന്ന സമയത്ത് ഈ 3ന് മുകളിലേക്കാണ് പോകുന്നത്, അല്ലെങ്കിൽ 2 1 എങ്ങനെയൊക്കെ വരികയാണെങ്കിൽ അതിൻ്റെ അർത്ഥം പ്രീ ഫിൽറ്റർ കംപ്ലയിൻ്റ് ആയി എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഈ ഒരു കാർട്ടൺ വെച്ചിട്ട് ഞാൻ ഈ ഒരു പ്രീ ഫിൽറ്റർ ഒന്ന് അടയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ കാർട്ടൺ വെച്ചിട്ട് ഇവിടെ പ്രീ ഫിൽറ്റർ ഒന്ന് അടച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് കാണാം ഇതിൻ്റെ വാല്യൂ നേരത്തെ 3 ആയിരുന്ന വാല്യൂ കുറഞ്ഞിട്ട് 1.5ലേക്ക് വന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥം പ്രീ ഫിൽറ്റർ പറയുന്ന പോലെ ബ്ലോക്കായി അല്ലെങ്കിൽ കംപ്ലയിൻ്റ് ആയി എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു എക്സാമ്പിൾ. അപ്പോൾ എന്ന് പറയുന്ന പോലെ തന്നെ HEPA ഫിൽറ്റർ അല്ലെങ്കിൽ മെയിൻ ഫിൽറ്റർ കംപ്ലയിൻ്റ് ആവുകയാണെങ്കിൽ ഇത് 3 എന്നുള്ള വാല്യൂ താഴേക്ക് വരും. ആ ഒരു ഫിൽറ്റർ ഈ ഒരു ഇതെടുത്ത് മാറ്റി കഴിയുമ്പോൾ തന്നെ വാല്യൂ തിരിച്ച് പഴയ 3ലേക്ക് ആവുകയാണ്. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു മാനോമീറ്റർ ഉപയോഗിച്ചിട്ട് ഫിൽറ്ററുകൾ കംപ്ലയിൻ്റ് ആണോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്നുള്ള കാര്യം നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ അത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ് ഇതിൻ്റെ ഓപ്പറേഷൻ.